ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും ഒരു കൊഴുക്കട്ട ശനിയാഴ്ച ദിനാശംസകൾ. അപ്പോൾ ഇന്ന് കൊഴുക്കട്ട ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ ഈ ചങ്ങനാശ്ശേരിയിലത്തെ കൊഴുക്കട്ട ശനിയാഴ്ച അങ്ങനെ ഇല്ല കേട്ടോ. കൊല്ലത്തുണ്ട്. അപ്പം ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഒരു ദിവസം ഇല്ല, നിനക്ക് വേണമെങ്കിൽ അത് ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ചേച്ചി അന്ന് ഉണ്ടാക്കി കൊണ്ട് തന്നെ. ചേച്ചി ചങ്ങനാശ്ശേരിയില്ല കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത്, അടുത്തടുത്തായതുകൊണ്ടിട്ട്. അപ്പോൾ ചേച്ചി അന്ന് ഉണ്ടാക്കി തന്നു. ഇപ്പം ഞാൻ ഇന്ന് അതെല്ലാം പഠിച്ചിട്ട് ഇപ്പം കുറേ വർഷമായില്ലേ, പഠിച്ചിട്ട് ഞാനത് മാവെല്ലാം വാട്ടിക്കുഴച്ച് ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് വാട്ടി എടുത്തത് ഉണ്ടാക്കി. ഇവിടെ ഉണ്ടാക്കുന്നത് ഉണ്ടയെന്ന് പറയും. ഇവിടെ കൊഴുക്കട്ടയെന്നല്ല പറയുന്നത്, ഉണ്ടയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പഞ്ചസാര വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് മിക്കവാറും ദിവസങ്ങളെ ഉണ്ടാക്കാറുണ്ട്, കാരണം റോസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇവിടുത്തെ ഉണ്ട. അതിനുശേഷം ഞാൻ അതെല്ലാം ഉണ്ട പിടിച്ച് വെച്ചിട്ട് കുരിശൊക്കെ ഉണ്ടാക്കി വെച്ച് അത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് അതൊക്കെ വെന്തു. ആവിയെല്ലാം വന്നതിന് ശേഷം ഒരു പ്ലേറ്റിനകത്താക്കി അത് ഞങ്ങൾ ഈശോയുടെ രൂപത്തിന് അവിടെ തിരിയൊക്കെ കത്തിച്ച് ബൈബിളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബൈബിളൊക്കെ വായിച്ചു. ബൈബിളെല്ലാം വായിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരെണ്ണമെടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കും ഞങ്ങളുടെ വീട്ടിലേക്കും ഒക്കെ അത് കൊണ്ടുവന്ന് അതിനകത്ത് കുറച്ച് വീതം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം അവരും കഴിച്ചു, ഹാപ്പിയായി. അപ്പം ഞങ്ങളുടെ വിശേഷം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.